ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾട്ടർനേറ്റീവ് റെഫ്രിജറൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ റെഫ്രിജറൻസിൽ ഉപയോഗിക്കുന്ന ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കഷൻ. ഓക്കെ, ഫസ്റ്റ് CFC ഓൾട്ടർനേറ്റീവ്സ്, അതായത് ക്ലോറോ ഫ്ലൂറോ കാർബണിന് പകരം ഉപയോഗിക്കുന്ന ഓൾട്ടർനേറ്റീവ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്, അതായത് HFCs, അത് ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ക്ലോറോ ഫ്ലൂറോ കാർബൺസിന്. അപ്പോൾ ഈ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ സീറോ ഓസോൺ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യൽ ആണ്, അതായത് ഓസോൺ ലെയറിന് അത് ഡിപ്ലീറ്റ് ചെയ്യുന്നില്ല. അതിന്റെ ഓസോൺ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസിന് സീറോ ആണ്. സോ ദിസ് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് ദേ കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്ലാസ് ഓഫ് ക്ലോറോഫ്ലൂറോകാർബൺ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ബീയിങ് മാർക്കറ്റഡ് നൗ എ ഡേയ്സ്. അപ്പം അതുകൊണ്ട് തന്നെ ക്ലോറോഫ്ലൂറോ കാർബൺസിനെ നമുക്കറിയാം, ക്ലോറോഫ്ലൂറോ കാർബണിന്റെ ഒരു ഭയങ്കര ഒരു ഡ്രോബാക്ക് ആണ് അത് ഓസോൺ നമ്പറിലേനെ നശിപ്പിക്കുന്നു എന്നുള്ളത്, അല്ലെ? അപ്പോൾ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മളിപ്പോൾ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ അതിന് ഓസോൺ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യൽ സീറോ എന്നുള്ളതാണ്, അതായത് ഓസോൺ ലെയറിന് അത് ഡിപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇനി ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് അതുകൊണ്ട് തന്നെ നമ്മൾ റെഫ്രിജറേഷൻ ആയിട്ടും അതുപോലെ എയർ കണ്ടീഷനിങ്ങിന്, പിന്നെ എയറോസോൾ സ്പ്രേസിലെ സോൾവെൻസ് ആയിട്ട്, അതുപോലെ ഫോമിംഗ് ഏജൻസ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഫോം പ്രോഡക്ട്സ്, ഫോം അത് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിലെ ഫോമിംഗ് ഏജന്റ് ആയിട്ടൊക്കെ ഈ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും കോമൺ ആയിട്ടുള്ള ഹൈഡ്രോഫ്ലൂറോ കാർബൺ എയർ കണ്ടീഷനിങ്ങിനെ ഉപയോഗിക്കുന്നത് അത് മെയിൻലി ഒരു മിക്സ്ചർ ആണ്, അതായത് CH2F2ന്റെയും അതുപോലെ CHF2 CF3യും കൂടി ഒരു മിക്സ്ചർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന അതിന്റെ പേര് എന്ന് പറയുന്നത് R410A എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ HFCs, അതായത് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്, അത് ഒരിക്കലും ഓസോൺ ലെയറിന് എന്ത് സംഭവിക്കുന്ന ഡാമേജ് സംഭവിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെന്തുകൊണ്ട് ഈ ഓസോൺ ലെയറിനെ ഡാമേജ് ചെയ്യാത്ത? ബിക്കോസ് ദിസ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ഡു നോട്ട് ജനറേറ്റ് ക്ലോറിൻ റാഡിക്കൽസ്. ക്ലോറിൻ റാഡിക്കൽസിനെ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ജനറേറ്റ് ചെയ്യുന്നില്ല. ഈ ക്ലോറിൻ റാഡിക്കൽസ് ആണ് സ്ട്രാറ്റോസ്ഫിയറിക് റീജിയനിലുള്ള ഓസോണിനെ മെയിൻ ആയിട്ട് ഡിപ്ലീറ്റ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഈ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ക്ലോറിൻ റാഡിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ അത് സ്ട്രാറ്റോസ്ഫിയറിക് റീജിയനിലുള്ള ഓസോണിനെ ഡിപ്ലീഷൻ നടത്തുന്നുമില്ല. അപ്പൊ അതാണ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസിന്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷെ അതിന് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും അതിന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. They are very potent greenhouse gases. So they are being tremendously more active than carbon dioxide in producing greenhouse effect. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും കൂടുതൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ ശക്തിയുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രോഫ്ലൂറോ കാർബൺസിനെ ഓസോൺ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യൽ സീറോ ആണെങ്കിലും ഇതിനെന്തുണ്ട്, ഭയങ്കര ഒരു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ആണ്, ഒരു വസ്തുവാണ് ഈ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വെരി ഹൈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് C2H2F4. അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് HFC134A എന്ന് പറയുന്ന പേരിലാണ്. അതിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഏകദേശം 1410 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഒരു ഗിവൺ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എത്രമാത്രം ഹീറ്റ് ട്രാപ്പ് ചെയ്യുന്നു എന്നുള്ളത് സാധാരണ 1410 ടൈംസ് ഗ്രേറ്റർ ആയിരിക്കും ദാൻ ട്രാപ്ഡ് ബൈ ദ സെയിം മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാപ്പ് ചെയ്യപ്പെടുന്ന ഹീറ്റിനേക്കാളും കൂടുതലായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അത് ആ മെറ്റീരിയൽ, ഒരു ഗിവൺ മാസ് ഓഫ് എ മെറ്റീരിയൽ ട്രാപ്പ് ചെയ്യപ്പെടുന്ന ഹീറ്റിനേക്കാളും 1410 മടങ്ങ് കൂടുതൽ ഹീറ്റിനെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് ഇത് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ഉള്ള മെറ്റീരിയൽസിന്. ഓക്കെ, അതുപോലെ തന്നെ R410A, അത് ഒരു CH2F2ന്റെയും CHF2 CF3ന്റെയും കൂടി ഒരു മിക്സ്ചർ ആണ്. അതിന്റെ ഈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഏകദേശം 1720 ആണ്. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും അതുപോലെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്നതും കൊണ്ട്
ഈ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോറോ ഫ്ലൂറോ കാർബൺസിനേക്കാളും നല്ല ഒരു ഓൾട്ടർനേറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, അതിന് ഓസോൺ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യല് ഹൈഡ്രോഫ്ലൂറോ കാർബൺസിന് 0 ആണെങ്കിലും അതിന് വേറെ വളരെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് നമ്മൾ കണ്ടു. അതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, മാത്രമല്ല അത് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദിസ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ ഗുഡ് ഓൾട്ടർനേറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ ക്ലോറോഫ്ലൂറോ കാർബൺസ്. ഓക്കെ, ദെൻ ഇനി വേറെ കുറച്ച് റെഫ്രിജറൻസിനെയും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അതായത് അതിന് വളരെ ലോ ആയിട്ടുള്ള ഓസോൺ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ലോ ആയിട്ടുള്ള ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലും ഉള്ളതാണ്. അതായത് ഓസോൺ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഓസോൺ ലെയറിനെ നശിപ്പിക്കുക. അത് ഓസോൺ ലെയറിനെ നശിപ്പിക്കാനുള്ള കേപ്പബിലിറ്റിയും അത്തരം റെഫ്രിജറൻസിന്റെ വളരെ കുറവായിരിക്കും. അതുപോലെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റിയും അത്തരം റെഫ്രിജറൻസിന്റെ വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറച്ച് റെഫ്രിജറൻസിനെയാണ് ഇനി നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് റെഫ്രിജറൻസ് ഓർ ഹൈഡ്രോഫ്ലൂറോ കാർബൺ ഓൾട്ടർനേറ്റീവ്സ്. അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞു വളരെ ലോ ആയിട്ടുള്ള ഓസോൺ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യൽ ആയിരിക്കും. അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലും വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ഇക്കോ ഫ്രണ്ട്ലി ആണ് അല്ലെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് സബ്സ്റ്റൻസസ് സച്ച് ആസ് അമോണിയ, അതായത് NH3. അതൊരു എക്സാമ്പിൾ ആണ്. ഇത്തരത്തിലുള്ള നല്ലൊരു ഓൾട്ടർനേറ്റീവ് റെഫ്രിജറന്റ് ആണ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് CO2, അതുപോലെ ഹൈഡ്രോ കാർബൺസ്, അതിന് പൊതുവായിട്ടാണ് HCs എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ വളരെ കുറച്ച് ബാഡ് ഇമ്പാക്റ്റ് ആണ് എൻവയോൺമെന്റിനുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ നല്ല ഓൾട്ടർനേറ്റീവ് റെഫ്രിജറൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് ആദ്യം നമ്മൾ അമോണിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, ദെൻ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, ദെൻ ഫൈനലി നമ്മൾ ഹൈഡ്രോ കാർബൺസിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് വൺ അമോണിയ. അമോണിയ എന്ന് പറയുന്നത് നമ്മൾ നല്ല ഒരു റെഫ്രിജറേഷൻ ഒരു എക്യുപ്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സെഞ്ചുറിക്ക് മുകളിലായിട്ട് അത്രയും കാലമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് ഒരു ലാർജ് സ്കെയിലായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റെഫ്രിജറേഷനും ഫുഡ് സ്റ്റോറേജിനും ഒക്കെയാണ്. അതായത് വളരെ ബൾക്ക് എമൗണ്ടിൽ റെഫ്രിജറേഷൻ നടത്തേണ്ട ആവശ്യം വരുമ്പോഴും അങ്ങനെ ഇൻഡസ്ട്രീസിലൊക്കെയാണ്. അതുപോലെ ഫുഡ് സ്റ്റോറേജ് ബൾക്ക് എമൗണ്ടിലൊക്കെ നടക്കണ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഈ അമോണിയ എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് റെഫ്രിജറന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഓസോൺ ODP എന്ന് പറയുന്നത് ഓസോൺ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യൽ ആണ്. അതുപോലെ അതിന്റെ ODPയും അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള GWPയും അത് രണ്ടും അമോണിയയുടെ എത്രയാണ് 0 ആണ്. അതായത് ഓസോൺ ലെയറിനെ അത് ഡിപ്ലീറ്റ് ചെയ്യണമില്ല, മാത്രമല്ല ഗ്ലോബൽ വാർമിംഗ് അത് ഉണ്ടാക്കണമില്ല. ബിക്കോസ് ODP ആൻഡ് GWP ഓഫ് അമോണിയ ആർ ബോത്ത് 0. മാത്രമല്ല ഈ അമോണിയയുടെ റെഫ്രിജറന്റ് കോഡ് എന്ന് പറയുന്നത് അത്തരം യൂസ് ചെയ്യുന്ന അമോണിയയുടെ കോഡ് R744 എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ അമോണിയയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഹൈ ടോക്സിസിറ്റി ആണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അത് പുറത്തേക്കൊന്നും ലീക്ക് ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ യൂസേജ് കുറച്ചും കൂടി സേഫ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ അതിന് ലീക്കേജ് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ആക്സിഡൻസ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്സിഡൻസ് പലതും ഉണ്ടാവുന്നത് ലീക്കേജ് സംഭവിക്കുമ്പോഴാണ്. പക്ഷെ എങ്ങാനും ലീക്കേജ് ഉണ്ടായാൽ തന്നെ നമുക്ക് അമോണിയ ലീക്കേജ് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അതിന്റെ സ്മെൽ വളരെ പഞ്ചന്റ് സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ അമോണിയയുടെ ലീക്കേജ് നമുക്ക് പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അമോണിയ നമുക്കൊരു റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അത്തരം സിസ്റ്റംസ് എന്തായിരിക്കണം, നല്ലതായിട്ട് ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണതായിരിക്കണം അക്കോർഡിംഗ് ടു ദ ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. അതായത് ഇന്റർനാഷണലും നാഷണൽ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പറയുന്ന മാനദണ്ഡങ്ങൾ വെച്ചിട്ടൊക്കെയുള്ള സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അമോണിയ എന്ന് പറയുന്ന റെഫ്രിജറന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അവിടെ എന്തെങ്കിലും കാരണവശാൽ അമോണിയയുടെ ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ അത് പലതരത്തിലുള്ള ദോഷകരമായ ആക്സിഡൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അമോണിയ നമുക്ക് റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് സിസ്റ്റംസ് ഉണ്ട്. സിസ്റ്റംസ് വളരെ ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് അതുപോലെ ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ അനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റംസിൽ മാത്രമേ നമുക്ക് അമോണിയ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.
അതുപോലെ തന്നെ സാധാരണ അമോണിയ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ലാർജ് സ്കെയിൽ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലായിരുന്നു നമ്മൾ കൂടുതലായിട്ട് അമോണിയ യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അത്തരത്തിലുള്ള ലാർജ് സ്കെയിലിനാവുമ്പോൾ അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്തായിരിക്കും വളരെ ശരിക്കും ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതൊക്കെ ആയിരിക്കും. അതിലങ്ങനെ ലീക്കേജിനൊന്നുള്ള സാധനങ്ങൾ അതിനുള്ള ചാൻസുകൾ വളരെ കുറവായിരിക്കും. അപ്പൊ അത്തരത്തില് നോക്കുകയാണെങ്കിൽ ശരിക്കും ലാർജ് സ്കെയിൽ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനാണ് കൂടുതലായിട്ട് അമോണിയ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അമോണിയ ഒരു ലാർജ് സ്കെയിൽ റെഫ്രിജറന്റ് ആയിട്ടാണ് ഇപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിച്ച് പോരുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ആദ്യം ഓൾട്ടർനേറ്റീവ് റെഫ്രിജറന്റ് ആയിട്ടുള്ള അമോണിയ ആദ്യം കണ്ടു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു റെഫ്രിജറന്റ് ആയിട്ട് ധാരാളം ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഓട്ടോമോട്ടീവ് എയർ കണ്ടീഷനിങ്ങിന്, അതുപോലെ ഹീറ്റ് പമ്പ്സിലൊക്കെ അത് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ അത് അത്ര ടോക്സിക് ഒന്നും അല്ല അല്ലെ, കുറച്ച് നോൺ ടോക്സിക് ആണ്, അതുപോലെ നോൺ ഇൻഫ്ലേമബിളും ആണ്. അപ്പൊ അതിന്റെ GWP അതായത് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ അത് 1 ആണ്. എന്നാൽ ഓക്സിജൻ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യലോ 0 ആണ്. അപ്പോൾ ഓക്സിജൻ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡ് തീരെ ഇല്ല, അത് 0 ആണ്. ഇനി ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ തന്നെ അത് 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് അതിനെ ഒരു ഐഡിയൽ നല്ലൊരു റെഫ്രിജറന്റ് ആക്കി അതിനെ മാറ്റുന്നത്. ഓക്കെ, പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡിനും ഈ പറഞ്ഞ പോലെ ചെറിയ ഡ്രോബാക്സ് ഉണ്ട്. അതായത് അത് വർക്ക് ചെയ്യുന്നത് എപ്പോഴും ഹയർ പ്രഷറിലായിരിക്കും ദാൻ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ഒക്കെ നമ്മൾ റീഡിസൈൻ ചെയ്യേണ്ടി വരും. അതായത് കംപ്രസേഴ്സ്, അതുപോലെ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, അതൊക്കെ കൺവെൻഷനലി യൂസ്ഡ് മെത്തേഡ്സ് നിന്ന് കുറച്ചും കൂടി റീഡിസൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അവിടെ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ബിക്കോസ് ദ കാർബൺ ഡൈ ഓക്സൈഡ് നോർമലി വർക്ക്സ് അറ്റ് എ ഹയർ പ്രഷർ ദാൻ ഹൈഡ്രോഫ്ലോറോ കാർബൺസ്. അപ്പൊ അത്തരത്തിലുള്ള കമ്പോണൻസ് ഒക്കെ കുറച്ചും കൂടി ഇപ്പോൾ കംപ്രസേഴ്സും ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സും ഒക്കെ റീഡിസൈൻ ചെയ്യണമെങ്കിൽ ധാരാളം പൈസ ആവശ്യമാണ് അല്ലെ. അപ്പോൾ ഇഫ് ദിസ് ക്യാൻ ബി ഇക്കണോമിക്കലി ഡൺ, ഇറ്റ് വുഡ് ബി റെഫ്രിജറന്റ് ഓഫ് ചോയ്സ് ഫോർ ഈവൻ കോമൺ റെഫ്രിജറേഷൻ സിസ്റ്റംസ്. അപ്പൊ അതൊക്കെ അധികം പൈസ ഒന്നും ചെലവാക്കാണ്ട് തന്നെ നമുക്ക് അതിനെ റീഡിസൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ട്, ഒരു ഓൾട്ടർനേറ്റീവ് റെഫ്രിജറന്റ് ആണ്. അത് ധാരാളം നമുക്ക് റെഫ്രിജറേഷൻ സിസ്റ്റംസിൽ യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ നല്ലതാണ്. അതിന്റെ ODP ഓക്സോൺ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യൽ 0 ആണ്, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 1 ആണ്. അപ്പൊ നല്ലൊരു ഐഡിയൽ റെഫ്രിജറന്റ് ആണ് അത്. പക്ഷെ അതിന്റെ ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അതിന് ഹയർ പ്രഷർ ആവശ്യമാണ് ദാൻ HFCs. ഇറ്റ് വർക്ക്സ് അറ്റ് എ മച്ച് ഹയർ പ്രഷർ. സോ നമ്മൾ ഈ പണ്ട് യൂസ് ചെയ്തിരുന്ന കംപ്രസേഴ്സും ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഹൈ പ്രഷർ താങ്ങാൻ പറ്റുന്ന മോഡലിലായിട്ട് അതിനെ റീഡിസൈൻ ചെയ്തിട്ടേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള പ്രോസസ്സുകൾ നമുക്ക് ഇക്കണോമിക്കലി ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഗുഡ് റെഫ്രിജറന്റ് ഓഫ് ചോയ്സ് ഫോർ ഈവൻ കോമൺ റെഫ്രിജറേഷൻ സിസ്റ്റംസ്. കോമൺ റെഫ്രിജറേഷൻ സിസ്റ്റംസിന് പകരം നമുക്കത് റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അതാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യം. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പൊ ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ പൊതുവായിട്ട് HCs എന്ന് പറയുന്നു. ഹൈഡ്രോ കാർബൺസിന്റെ എക്സാമ്പിൾ ആണ് ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, ഐസോബ്യൂട്ടീൻ എക്സെട്ര. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്റ്റെൻസീവ്ലി പണ്ട് മുതലേ ഡൊമസ്റ്റിക് റെഫ്രിജറേഷനും അതുപോലെ ലോ കപ്പാസിറ്റി ഉള്ള കമേഴ്ഷ്യൽ യൂസിന് ഉപയോഗിക്കുന്ന റെഫ്രിജറേഷനിലൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എയർ കണ്ടീഷനിങ് എക്യുപ്മെന്റ്സിലൊക്കെ ഹൈഡ്രോ കാർബൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി the advent of more popular CFCs and then the hydrofluorocarbons caused a reduction in their use. എന്നാൽ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ക്ലോറോഫ്ലൂറോ കാർബൺസ് വന്നതും വിപണിയിലേക്ക് വന്നതും അതുപോലെ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ധാരാളം വന്നതും ഒക്കെ ഈ ഹൈഡ്രോ കാർബൺസിന്റെ യൂസിനെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് എന്ത്, ഈ ക്ലോറോഫ്ലൂറോ കാർബൺസിനും ഹൈഡ്രോഫ്ലൂറോ കാർബൺസിനൊക്കെ ധാരാളം അഡ്വേഴ്സ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഉണ്ട് എന്നുള്ളത് അല്ലെ. എൻവയോൺമെന്റിനെ അഡ്വേഴ്സിലി അത് പലതരത്തിലും നശിപ്പിക്കുന്നുണ്ട് എന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോഴാണ് വീണ്ടും നമ്മൾ പഴയ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻസിന്റെ ആ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ റോള് വീണ്ടും തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്നു ഹൈഡ്രോ കാർബൺസ്. പക്ഷെ പിന്നീട് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടിയ ക്ലോറോഫ്ലൂറോ കാർബൺസും ഹൈഡ്രോഫ്ലൂറോ കാർബൺസും ഒക്കെ വന്നപ്പോൾ നമ്മൾ ഈ ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ മാറ്റി, അതിനെ ഉപയോഗിക്കാണ്ടായി. പക്ഷെ പിന്നീടാണ് ഈ ക്ലോറോഫ്ലൂറോ കാർബൺസും ഹൈഡ്രോഫ്ലൂറോ കാർബൺസും CFCസും HFCസും ഒക്കെ ധാരാളം അഡ്വേഴ്സ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ടെന്നും റിയലൈസ് ചെയ്തത്. അപ്പോഴാണ് വീണ്ടും നമ്മൾ ഹൈഡ്രോ കാർബൺസ് റെഫ്രിജറൻസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഘട്ടത്തിലേക്ക് വന്നു തുടങ്ങിയത്.
തുടങ്ങിയത്. അപ്പോഴാണ് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ആ ഹൈഡ്രോ കാർബൺസിന്റെ കൂടുതൽ അഡ്വാൻറ്റേജ് നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. ഇനി ഈ ഹൈഡ്രോ കാർബൺസിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് അവര് പലതരത്തിലുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ലോവർ ട്രോപ്പോസ്ഫിയറിൽ. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഇപ്പൊ 2 ഡിസഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. അത് ധാരാളം എൻവയോൺമെന്റൽ ഇഷ്യൂസ് ലോവർ ട്രോപ്പോസ്ഫിയറിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹൈഡ്രോ കാർബൺസ് മിക്കതും ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. ഇനി ഹൈഡ്രോ കാർബൺസിന് ധാരാളം അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അതായത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ അതിന്റെ ഓസോൺ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യല് 0 ആണ്. അതായത് ഓസോൺ ഹോളിൽ അതൊന്നും ഉണ്ടാക്കണില്ല, ഓസോൺ അമ്പർലൈൻ ഒന്നും നശിപ്പിക്കണില്ല. ഇനി അതിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യല് വളരെ കുറവാണ്, ഏകദേശം 8ന്റെ അടുത്തൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഗുഡ് എഫിഷ്യൻസി ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി their use in small systems offering safe confinement has great potential. അത് കൂടുതലായിട്ട് സ്മോളർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല പൊട്ടൻഷ്യല്, നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല കുറെ സേഫ്റ്റിയും അത് ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഉള്ള എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസീസ് ഒക്കെ അക്രോസ് ദ വേൾഡ് അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ദ യൂസ് ഓഫ് പ്രൊപ്പെയിൻ, ഐസോബ്യൂട്ടെയിൻ, അതുപോലെ റെഫ്രിജറന്റ് R441A. അതൊക്കെ ഒരു R441A എന്ന് പറയുന്നത് ഈഥെയിനും പ്രൊപ്പെയിനും ബ്യൂട്ടെയിനും ഐസോബ്യൂട്ടീനും ഒക്കെ കൂടി ഒരു ബ്ലെൻഡ് ആണ്. അപ്പൊ ഇതൊക്കെ ഓൾട്ടർനേറ്റീവ് റെഫ്രിജറൻസ് ആക്കി യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസീസ് വേൾഡ് വൈഡ് ആയിട്ട് അപ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രോ കാർബൺസിന് 0 ODP ആണുള്ളത്. അതുപോലെ കമ്പാരിറ്റീവ്ലി ലോ GWPO ഉണ്ടത്, അതായത് ഏകദേശം 8ന്റെ അടുത്ത്. അപ്പൊ ഇതൊക്കെ നല്ല എഫിഷ്യൻസി അത് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല അത് സ്മോൾ സിസ്റ്റത്തിലും നല്ല സേഫ്റ്റിയും അതുപോലെ ഗ്രേറ്റ് പൊട്ടൻഷ്യലൊക്കെ അത് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ആണെങ്കിൽ കുറച്ച് ഹൈഡ്രോ കാർബൺസിന്റെ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് ധാരാളം റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം ഇല്ല, അപ്രൂവ് ചെയ്തതാണ്. പ്രോബ്ലം ഇല്ല എന്നുള്ളത് അപ്രൂവ് ചെയ്ത കാര്യമാണ്. അതായത് അത്തരം ഹൈഡ്രോ കാർബൺസിന്റെ എക്സാമ്പിളുകളാണ് പ്രൊപ്പെയിൻ, പിന്നെ ഐസോബ്യൂട്ടെയിൻ. അതായത് ഐസോബ്യൂട്ടെയിനെ തന്നെയാണ് 2-മീഥൈൽ പ്രൊപ്പെയിൻ എന്നും പറയുന്നത്. അതുപോലെ തന്നെ റെഫ്രിജറന്റ് R441A അതെന്ന് പറയുന്നത് ഈഥെയിന്റെയും പ്രൊപ്പെയിന്റെയും ബ്യൂട്ടെയിന്റെയും ഐസോബ്യൂട്ടീന്റെയും ഒക്കെ കൂടി ഒരു ബ്ലെൻഡ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റെഫ്രിജറൻസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് റെഫ്രിജറൻസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് റെഫ്രിജറൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ആദ്യം ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ ഓൾട്ടർനേറ്റീവ് റെഫ്രിജറൻസ് വിത്ത് വെരി ലോ ODP ആൻഡ് GDP. GDP എന്ന് പറഞ്ഞാൽ GDP അല്ല, ശരിക്കും പറഞ്ഞാൽ GWP ആണ്. ഓക്കെ, അതായത് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ആണ്. അതൊരു ചെറിയൊരു കറക്ഷൻ അവിടെ ഉള്ളതാണ്. ODP ആൻഡ് GWP ആണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ആദ്യം അമോണിയ കണ്ടു, അതുപോലെ തന്നെ പിന്നെ കണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടു, ദെൻ നെക്സ്റ്റ് കണ്ടത് ഹൈഡ്രോ കാർബൺസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. അതായത് ഓൾട്ടർനേറ്റീവ് റെഫ്രിജറൻസ് വിത്ത് വെരി ലോ ODP, ദാറ്റ് ഈസ് ഓസോൺ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യൽ, ആൻഡ് GWP അതാണ് വരേണ്ടത്, അതായത് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ.